ഹലോ, ഇന്ന് ഫ്ലോറീസ് അൽഗോരിതം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി എന്താണ് യൂളർ സർക്യൂട്ട്, യൂളർ പാത്ത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂളർ പാത്തും യൂളർ സർക്യൂട്ടും എക്സിസ്റ്റ് ചെയ്യാനുള്ള നെസസറി സഫീഷ്യൻറ്റ് കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിലെ എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഗ്രാഫിൽ യൂളർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ എക്സാക്ട്ലി 2 വേർട്ടീസസിൻ്റെ ഡിഗ്രി ഗ്രാഫിനകത്ത് ഓഡായിട്ടാണ് വരുന്നതെങ്കിൽ ഗ്രാഫിനകത്ത് യൂളർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, യൂളർ പാത്ത് എക്സിസ്റ്റ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ യൂളർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇനി എക്സാക്ട്ലി 2 വേർട്ടീസസിൻ്റെ ഡിഗ്രി ഓടും ബാക്കി എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി ഈവനും ആണെങ്കിൽ യൂളർ പാത്ത് എക്സിസ്റ്റ് ചെയ്യും, യൂളർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി യൂളർ പാത്തോ യൂളർ സർക്യൂട്ടോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണെങ്കിൽ ഗ്രാഫിനകത്ത് യൂളർ പാത്തോ യൂളർ സർക്യൂട്ടോ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫ്ലോറീസ് അൽഗോരിതം വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിനകത്ത് യൂളർ സർക്യൂട്ടോ യൂളർ പാത്തോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം, ഡിഗ്രി ചെക്ക് ചെയ്യുക. സപ്പോസ് തന്നിട്ടുള്ള ഗ്രാഫിൽ എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി ഈവൻ ആണെങ്കിൽ നമുക്കറിയാം ഗ്രാഫിനകത്ത് യൂളർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് യൂളർ സർക്യൂട്ട് കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു ആർബിട്രറി വെർട്ടെക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക, സേ V1. ഇനി V1ന് ഇൻസിഡൻ്റ് ആയിട്ട് ഗ്രാഫിനകത്ത് എഡ്ജസ് ഉണ്ടായിരിക്കും, കാരണം നമ്മൾ എടുക്കുന്നത് കണക്റ്റഡ് ഗ്രാഫാണ്. V1ന് ഇൻസിഡൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ഇനി ഈ എഡ്ജസിൽ നമ്മൾ ഏതെങ്കിലും ഒരു എഡ്ജ് ചൂസ് ചെയ്യുക. എഡ്ജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കട്ട് എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലാത്ത എഡ്ജസ് ഓപ്ഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എഡ്ജസ് ചൂസ് ചെയ്തിട്ട് വേണം കട്ട് എഡ്ജ് പ്രിഫർ ചെയ്യാൻ. അതായത് കട്ട് എഡ്ജ് അല്ലാത്ത ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ എപ്പോഴും കട്ട് എഡ്ജ് അല്ലാത്ത എഡ്ജ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അങ്ങനെ ഒരു എഡ്ജ് E1 എടുത്തു. ഇനി E1ൻ്റെ സെക്കൻഡ് വെർട്ടെക്സ് V2 എന്ന് എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു എഴുതി തുടങ്ങുന്നത് സർക്യൂട്ടാണ് എഴുതി തുടങ്ങുന്നത്. ഈ സർക്യൂട്ടിനകത്ത് E1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ E1 നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. എഡ്ജ് റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്യൂട്ടിൽ ആഡ് ചെയ്യുന്ന എഡ്ജസിനെ അപ്പോൾ ഗ്രാഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി V2ലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി V2ന് ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്ന എഡ്ജസ് കാണും. അവിടെയും ഇതേപോലെ കട്ട് എഡ്ജ് അല്ലാത്ത എഡ്ജ് ഉണ്ടെങ്കിൽ കട്ട് എഡ്ജ് അല്ലാത്ത എഡ്ജ് ചൂസ് ചെയ്യുക. ഇനി വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ട് എഡ്ജ് തന്നെ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ഫോമിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോവുക. എല്ലാ എഡ്ജസും സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇനി യൂളർ പാത്താണ് വേണ്ടതെങ്കിൽ നമുക്കറിയാം 2 വേർട്ടീസസിൻ്റെ ഡിഗ്രി ഓഡായിട്ടുണ്ടായിരിക്കും, സേ A and B. ഇനി നമ്മളിവിടെ യൂളർ പാത്താണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ A എന്ന് പറയുന്ന വെർട്ടെക്സ് എന്നോ അല്ലെങ്കിൽ B എന്ന് പറയുന്ന വെർട്ടെക്സ് എന്നോ വേണം നമ്മുടെ യൂളർ പാത്ത് സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴും ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ഏതാണോ അവിടെ നിന്ന് വേണം നമുക്ക് യൂളർ പാത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി സ്റ്റെപ്സ് എല്ലാം നമ്മൾ യൂളർ സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അതേ മെത്തേഡിൽ എഡ്ജസ് ആഡ് ചെയ്ത് പോവുക. ഗ്രാഫിൽ നിന്ന് ആഡ് ചെയ്ത എഡ്ജ് ഡിലീറ്റ് ചെയ്ത് പോവുക. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, ഒന്നുകൂടി ക്ലിയർ ആവും കൺസെപ്റ്റ്. നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമ്മളിവിടെ ആദ്യം എന്ത് നോക്കണം, ഗ്രാഫിനകത്ത് യൂളർ പാത്തോ യൂളർ സർക്യൂട്ടോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് യൂളർ പാത്താണോ യൂളർ സർക്യൂട്ടാണോ അതോ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വേർട്ടീസസിൻ്റെ ഡിഗ്രി നോക്കുക. V1ൻ്റെ ഡിഗ്രി 2, V3യുടെ ഡിഗ്രി 2, ഹിയർ ഡിഗ്രി 4, 4, 4, 2, 2. എല്ലാ വേർട്ടീസസിൻ്റെയും ഡിഗ്രി എന്താണ്? ഈവൻ ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ യൂളർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് യൂളർ സർക്യൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ യൂളർ സർക്യൂട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏത് വെർട്ടെക്സ് എന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ V5 എന്ന് പറയുന്ന വെർട്ടെക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ V5 നമ്മുടെ സർക്യൂട്ടിൽ ആഡ് ചെയ്തു. ഇതാണ് V5. ഇവിടെ E8 ഇൻസിഡൻ്റ് ആണ്, E9 ഇൻസിഡൻ്റ് ആണ്, E7ഉം E6ഉം ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏത് എഡ്ജ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ബിക്കോസ് ഇതിൽ ഒരു എഡ്ജും എന്തല്ല, കട്ട് എഡ്ജ് അല്ല. ഇവിടെ നോക്കുക, E8 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ല, E9 റിമൂവ് ചെയ്താലും ഡിസ്കണക്റ്റഡ് ആവുന്നില്ല, E7 റിമൂവ് ചെയ്താലും E6 റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ല. അതായത് E5നോട് ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഒരു എഡ്ജും
കട്ട് എഡ്ജ് അല്ല. അപ്പം നമുക്ക് ഏത് എഡ്ജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ E6 എന്ന് പറയുന്ന എഡ്ജാണ് ചൂസ് ചെയ്യുന്നത്. E6ൻ്റെ എൻ വെർട്ടെക്സ് ആരാണ്? V2 ആണ്. ഇനി നമ്മൾ സർക്യൂട്ടിൽ E6 ആഡ് ചെയ്തു. സൈമൾട്ടേനിയസ്ലി E6 നമ്മുടെ ഗ്രാഫിൽ നിന്നും ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ V2ലെത്തി. ഇനി V2ൽ നിന്ന് നമുക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്? E4 ഉണ്ട്, E3 ഉണ്ട്, E1 ഉണ്ട്. ഇതിൽ ഏത് എഡ്ജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കാരണം ഒരു എഡ്ജും എന്തല്ല, ഇതേപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് എഡ്ജ് അല്ല എന്ന് നമുക്ക് കിട്ടും. ഞാൻ E4 ആണ് ആഡ് ചെയ്യുന്നത്. E4 ആഡ് ചെയ്തു. E4ൻ്റെ സെക്കൻഡ് എൻ വെർട്ടെക്സ് V4. ഇനി എന്ത് ചെയ്യാം? ഗ്രാഫിനകത്ത് നിന്ന് E4 ഡിലീറ്റ് ചെയ്യാം. E4 ഡിലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത്, നമ്മളിപ്പോൾ V4ലാണ് എത്തി നിൽക്കുന്നത്. V4ൽ നിന്ന് 3 എഡ്ജസ് ഉണ്ട്. ഈ 3 എഡ്ജസ് നോക്കാം. ഈ 3 എഡ്ജസിൽ E7 കട്ട് എഡ്ജ് ആണ് അല്ലേ? നോക്കാം, E7 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. E7 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. ഇനി E3 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ? ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ല. E5 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് അല്ല. അപ്പം നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. V4 എന്ന് പറയുന്ന വെർട്ടെക്സ് നിന്ന് E7ഉം E5ഉം E4ഉം. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ E7 ചൂസ് ചെയ്യുന്നില്ല, കാരണം E7 കട്ട് എഡ്ജ് ആണ്. E3ഓ E5ഓ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ E5 എന്ന് പറയുന്ന എഡ്ജാണ് ചൂസ് ചെയ്യുന്നത്. E7 ചൂസ് ചെയ്യരുത്, കാരണം കട്ട് എഡ്ജ് അല്ലാത്ത എഡ്ജ് നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ E5 ചൂസ് ചെയ്തു. E5ൻ്റെ എൻ വെർട്ടെക്സ് V3. ഇനി E5 ഗ്രാഫിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മളിപ്പോൾ V3യിലാണ്. V3യിൽ നിന്ന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, E2. അപ്പോൾ E2 തന്നെ ആഡ് ചെയ്യുക. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി ഫർദർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. E2ൻ്റെ എഡ്ജ് അനദർ എൻ വെർട്ടെക്സ് V1. ഇനി V1ൽ നിന്നും നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, E1. E1ൻ്റെ എൻ വെർട്ടെക്സ് സെക്കൻഡ് എൻ വെർട്ടെക്സ് V2. E1 ഡിലീറ്റ് ചെയ്തു. സിമിലർലി ഇനി V2ൽ നിന്നും നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, E3 എന്ന് പറയുന്ന എഡ്ജ്. E3യുടെ എൻ വെർട്ടെക്സ് സെക്കൻഡ് എൻ വെർട്ടെക്സ് V4. E3 ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ V4ലും നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, E7 V5 എൻ വെർട്ടെക്സ്. ഇനി നമുക്ക് V5ൽ നിന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്, E8ഓ E9ഓ. രണ്ടെടുത്തു കഴിഞ്ഞാലും അത് കട്ട് എഡ്ജ് അല്ല. E8ഉം കട്ട് എഡ്ജ് അല്ല, E9ഉം കട്ട് എഡ്ജ് അല്ല. അപ്പം നമുക്ക് E8 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ E9 ചൂസ് ചെയ്യാം. ഞാൻ E8 ചൂസ് ചെയ്യുന്നു. E8ൻ്റെ സെക്കൻഡ് എൻ വെർട്ടെക്സ് V6. നെക്സ്റ്റ് നമുക്ക് E6 എന്ന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, E10 നമ്മൾ ഗ്രാഫിൽ ആഡ് ചെയ്തു. E10ൻ്റെ എൻ വെർട്ടെക്സ് V7. E7 ആഡ് ചെയ്തു. E10 ആഡ് ചെയ്തു. E10 ഡിലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, E9 എന്ന് പറയുന്ന എഡ്ജ്. E9 എന്ന് പറയുന്ന എഡ്ജിൻ്റെ എൻ വെർട്ടെക്സ് V5. അപ്പോൾ അതും ആഡ് ചെയ്തു. കറസ്പോണ്ടിങ് എഡ്ജ് നമ്മൾ ഗ്രാഫിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ എല്ലാ എഡ്ജസും നമ്മുടെ സർക്യൂട്ടിൽ ആഡ് ചെയ്തു. V5ൽ സ്റ്റാർട്ട് ചെയ്തു, V5ൽ തന്നെ എൻഡ് ചെയ്തു. എഡ്ജ് റിപ്പീറ്റേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിമ്പിൾ സർക്യൂട്ടാണ്. ഇനി ഇത് സിമ്പിൾ സർക്യൂട്ട് തന്നെ അല്ലേ നോക്കി നോക്കൂ. ഏതാണ് നമ്മുടെ വരുന്ന ഗ്രാഫ് നോക്കാം. നമ്മുടെ ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഈ ഒരു ഫോമിലാണ് ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. V5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, E6, ദെൻ V2, E4, ദെൻ E5, E2, E1, E3, E7, E8, E10, E9. V5ൽ തന്നെ വന്നു. എഡ്ജ് റിപ്പീറ്റേഷൻ ഇല്ല, എല്ലാ എഡ്ജസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. നമുക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് ഗ്രാഫിൻ്റെ യൂളർ സർക്യൂട്ടാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് പ്രൊസീജിയർ. ഇനി ഇതേപോലെ യൂളർ പാത്ത് എക്സിസ്റ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയെങ്കിലും കട്ട് എഡ്ജ് അല്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ചൂസ് ചെയ്തിട്ട് വേണം കട്ട് എഡ്ജ് വരുന്ന എഡ്ജ് ചൂസ് ചെയ്യാൻ. ഇനി യൂളർ പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇതേപോലെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. യൂളർ പാത്തോ യൂളർ ഗ്രാഫോ യൂളർ സർക്യൂട്ടോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ നിന്നും ഫ്ലോറീസ് അൽഗോരിതം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനാണ്. വെർട്ടീസസിൻ്റെ ഡിഗ്രി നോക്കുക. 2, 2, 3, again 2, 3, 2, 1. ഗ്രാഫിനകത്ത് നമുക്ക് ഓഡ് വെർട്ടീസസ് ആയിട്ട് 2 വെർട്ടീസസ് ഉണ്ട്. V2ഉം
V1ഉം. ഇപ്പം നമ്മൾ പറഞ്ഞു യൂളർ പാത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്, എക്സാക്ട്ലി 2 വേർട്ടീസസിൻ്റെ ഡിഗ്രി ഓഡാണ്. ഇപ്പം നമുക്ക് V6ൽ നിന്നോ V2വിൽ നിന്നോ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഓഡ് ഡിഗ്രി വെർട്ടെക്സ് ഏതാണോ അതിലേതെങ്കിലും ഒരു വെർട്ടെക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ V2വിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. V2വിൽ നിന്ന് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, E5, E1, E3. പക്ഷേ E5 നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. കാരണം E5 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ E5 എന്താണ്, കട്ട് എഡ്ജ് ആണ്. അപ്പോൾ കട്ട് എഡ്ജ് അല്ലാത്ത ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. E3 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് എഡ്ജ് അല്ല, E1 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കണക്റ്റഡ് ആവുന്നില്ല, E1ഉം E3യും കട്ട് എഡ്ജ് അല്ല. അപ്പോൾ പിന്നെ കട്ട് എഡ്ജ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. ഞാൻ E1 എടുക്കുന്നു. E1ൻ്റെ എൻവേർട്ടെക്സ് V1. ഗ്രാഫിൽ നിന്ന് E1 ഡിലീറ്റ് ചെയ്തു. V1ൽ നിന്ന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, E2. E2 ആഡ് ചെയ്തു, എൻവേർട്ടെക്സ് V3. സൈമൾട്ടേനിയസ്ലി നമ്മൾ E2 ഡിലീറ്റ് ചെയ്തു. സിമിലർലി ഇവിടെയൊക്കെ ഇനി നെക്സ്റ്റ് എല്ലാത്തിലും 1 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ V3യിൽ നിന്ന് E4 ആഡ് ചെയ്തു, V4 എൻവേർട്ടെക്സ്. അവിടെ നിന്ന് E4 ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആരാണ്, E3. E3യുടെ എൻവേർട്ടെക്സ് V2. ഇനി V2വിൽ നിന്ന് എഗെയിൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആരാണ്, E5. E5 ആഡ് ചെയ്തു, E5ൻ്റെ എൻവേർട്ടെക്സ് V5. എഡ്ജ് ഡിലീറ്റ് ചെയ്തു. ദെൻ ഇവിടെ നിന്ന് V5 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആരാണ്, E6. E6ൻ്റെ എൻവേർട്ടെക്സ് V6. എഡ്ജ് ഡിലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ എല്ലാ എഡ്ജസും കവർ ചെയ്തു. നമുക്കൊരു സിമ്പിൾ പാത്താണ് കിട്ടുന്നത്. എഡ്ജ് റിപ്പീറ്റേഷൻ ഒന്നുമില്ല. ഇപ്പം കിട്ടിയിട്ടുള്ളത് ആരാണ്, ഒരു സിമ്പിൾ പാത്താണ് കണ്ടെയ്നിങ് ഓൾ എഡ്ജസ് ഓഫ് ദ ഗിവൺ ഗ്രാഫ്. ഇനി ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ആ പാത്ത് വരച്ച് നോക്കാം. പാത്ത് വരുന്നത് എങ്ങനെയാണ്, V2വിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് E1, E2, E4, E3, E5, E6. ഇതാണ് യൂളർ സർക്യൂട്ട്. അപ്പം ഇതാണ് പ്രൊസീജിയർ. യൂളർ സർക്യൂട്ട് ആയാലും യൂളർ സർക്യൂട്ട് ആയാലും യൂളർ പാത്ത് ആയാലും നമുക്ക് ഫ്ലറീസ് അൽഗോരിതം യൂസ് ചെയ്ത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഈ ഓരോ എഡ്ജസും ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ ഫിഗർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എഡ്ജ് ഡിലീറ്റ് ചെയ്ത് റിമൈൻഡ് ചെയ്യുന്ന ഗ്രാഫ് ഇങ്ങനെ ഓരോ ഫിഗർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാം കാണിക്കണമെന്നില്ല. നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പം ഞാൻ അതൊരു സിംഗിൾ ഗ്രാഫിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഫിഗറൊക്കെ ആഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം. ഇത്രയാണ് യൂളർ സർക്യൂട്ടിലും യൂളർ പാത്തിലുമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതേപോലെ 2 ടേംസ് ആണ്, ഹാമിൽട്ടൺ പാത്തും ഹാമിൽട്ടൺ സർക്യൂട്ടും. ഈ 2 ടേംസ് ആണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാമിൽട്ടൺ പാത്തും ഹാമിൽട്ടൺ സർക്യൂട്ടും. ഓക്കെ, താങ്ക് യു.